നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച, ചിങ്ങം 26. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ലോക മനസാക്ഷിയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 24 വർഷമാണ്. മോർണിംഗ് ന്യൂസ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായി. 35 പേർ കൊല്ലപ്പെട്ടു, 130 പേർക്ക് പരുക്കേറ്റു. വടക്കൻ പ്രവിശ്യയായ അൽ ജൌഫിലാണ് ആക്രമണം നടന്നത്. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേലിന്റെ വാദം. യമനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി അൻവർ പാലേരി നമുക്കൊപ്പം ചേരുകയാണ്. അൻവർ, എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഹൂത്തി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ലഭ്യമാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അൻവർ പാലേരി? സ്മിത, ഞങ്ങളിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞ ആക്രമണത്തിൽ നിന്ന് വളരെ തലനാരിഴയ്ക്ക് മാത്രമാണ് നമ്മുടെ സംഘത്തിന് രക്ഷപ്പെടാൻ പറ്റിയത്. അതായത് ഈ ആക്രമണം നടന്നത് ശരിക്കും പറഞ്ഞാൽ സനയിൽ നിന്ന് 160ഓളം കിലോമീറ്റർ ഇപ്പുറത്താണ്. ഞങ്ങൾ അതേ വഴിയിൽ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനം അതുവഴി സാധാരണഗതിയിൽ അതുവഴി കടന്നു പോവുകയും, കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ യമനിലെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും കൃത്യമായ പരിശോധനകളുണ്ട്, സൂക്ഷ്മമായ പരിശോധനകളുണ്ട്. ഞങ്ങൾ ഈ പരിശോധനയൊക്കെ കടന്ന് വന്ന് ഈ ആക്രമണം നടന്ന സ്ഥലം ജസ്റ്റ് പിന്നിടുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പിന്നിൽ ഈ വലിയ തരത്തിലുള്ള ആക്രമണം നടക്കുകയും ഒരു 150-200 മീറ്റർ ഇപ്പുറത്തായിരുന്നു ഞങ്ങളുടെ വാഹനം. തിരിഞ്ഞു നോക്കി മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യമൻ പൗരന്മാർ സമ്മതിച്ചില്ല. അത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ആക്രമണം കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ അവിടെയുള്ള പരിസരങ്ങൾ ഏകദേശം സാധാരണ നിലയിലായിട്ടുണ്ട്. കാരണം യമനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നമുക്ക് യമനിലുടനീളം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ സഞ്ചരിക്കുകയായിരുന്നു. അവരേത് നിമിഷവും വളരെ സംശയത്തോടു കൂടിയാണ് ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്. ഏത് നിമിഷവും ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഒരു ആക്രമണത്തിന് ഇന്ന് നമ്മുടെ വാർത്താ സംഘത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്തായാലും യമൻ കടുത്ത പ്രതിരോധത്തിലും അതുപോലെ തന്നെ വളരെ സജ്ജമാണ്. ഏത് തരത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായാലും നേരിട്ട് ഒരു തിരിച്ചടിക്ക് തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് യമൻ ഇപ്പോഴുള്ളത്. അൻവർ പാലേരി, ഏതായാലും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ വിവരം. അതോടൊപ്പം തന്നെ വലിയ ആശ്വാസവും തോന്നുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്ന് കടന്നു രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നമ്മൾ പലപ്പോഴും പറയും, ഓരോ ലോകരാജ്യത്തെ വിവരങ്ങളും പറയുമ്പോൾ നമുക്ക് നേരെ വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ആശ്വാസമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് നെതന്യാഹു പറയുമ്പോഴും അതങ്ങനെയല്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന തത്സമയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനവാസ മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നു, ഒരു മെഡിക്കൽ ഫെസിലിറ്റിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. ഒപ്പം തന്നെ പെട്രോൾ പമ്പിന് ഇന്ധനം ശേഖരിച്ചിട്ടുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ആ കാഷ്വാലിറ്റിയുടെയൊക്കെ വിവരങ്ങൾ ഇനി കൂടുതൽ വരേണ്ടിയിരിക്കുന്നു. അൻവർ, അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് ആക്രമണങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഖത്തറിന് പുറകെ ഇപ്പോൾ യമനിലുണ്ടാകുന്ന ഈ ആക്രമണം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ, വിമർശനങ്ങൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പുതുതായി നമുക്ക് കാഷ്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം 35 മരണവും അതുപോലെ തന്നെ 75ഓളം പേർക്ക് പരിക്കേറ്റു എന്നുമാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന വിവരം, ഞങ്ങൾ ഏകദേശം 350ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തിയ ഒരു ചെറിയ ആൾക്കൂട്ടം ഒരു ജനവാസ മേഖലയിലാണ്. ഈ ജനവാസ മേഖലയിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു സ്ഫോടനം ഞങ്ങൾ കേൾക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വണ്ടി കുറച്ച് മുമ്പോട്ടെടുത്ത് നിർത്തി പിന്നിലേക്ക് നോക്കിയപ്പോഴാണ് വളരെ കൃത്യമായിട്ടൊരു 100 മീറ്റർ 150 മീറ്റർ ഈ അകലത്തിൽ ബോംബ് ഇങ്ങനെ വലിയ സ്ഫോടനം കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ നിമിഷപ്രിയയുടെ കുറച്ച് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പറ്റിയാൽ നിമിഷപ്രിയ ഒരു അഭിമുഖം നടത്തണം,
അതുപോലെ തന്നെ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൗത്യ സംഘം ഖത്തറിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, യമനിൽ എത്തിയിട്ടുണ്ട്. ആ ദൗത്യ സംഘത്തോടൊപ്പമാണ് ഞാനും സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയത്. നാളെ മുതൽ അതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. അൻവർ, ഈ ഖത്തറിൽ വെച്ച് ഹമാസിനെതിരെ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ നീക്കം ശരിയായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നൊരു ഘട്ടമാണ്. അതിനിടയിലാണ് യമനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടക്കുന്നത്. എങ്ങനെയാണ് ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ? യമൻ ഭരണകൂടം പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അൻവർ പാലേരി? തീർച്ചയായും നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഖത്തറിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക അറിയാതെയാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഒരു നിർണായക വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഖത്തറിന്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ ഇത്തരമൊരു കയ്യേറ്റം ഒരു തരത്തിലും പൊറുപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു വാദം, ഖത്തറിനെ മുൻകൂട്ടി വിവരം അറിയിച്ചിരുന്നു എന്നൊരു വാദം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഖത്തർ പ്രധാനമന്ത്രി നിഷേധിച്ചു. സംഭവം കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഇത്തരമൊരു വിവരം അറിയിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഇന്ന് ഈ ഒരു ട്രംപിന്റെ വാദം നിഷേധിക്കുകയും ചെയ്തു. നമുക്കറിയാം, തീർച്ചയായും ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദങ്ങളെല്ലാം വെറും പൊള്ളത്തരങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ട്രംപ് ഒരു ഷാഡോ ഗെയിം കളിക്കുകയാണ്. ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഒരു ഷാഡോ ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൂത്തികൾക്കെതിരെ മാത്രമല്ല, മേഖലയിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥത വിതക്കുക, പുതിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ട്രംപിന്റെ പുതിയ നയങ്ങളുടെ കൂടി ഭാഗമായി വേണം ഈ ഇരട്ടത്താപ്പ് കളിയെ കാണേണ്ടത്. അതുപോലെ തന്നെയാണ് ലോകം വിലയിരുത്തുന്നതും. അത്തരം പ്രതിഷേധങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ഈ അൻവർ പാലേരി, നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുള്ള ചില റിപ്പോർട്ടുകളാണ്, അതിനെ ഉദ്ധരിച്ചാണ് നമ്മൾ ഈ വിവരങ്ങൾ പറഞ്ഞത്. അതിൽ ഈ പെട്രോൾ പമ്പിന് നേരെ, ആശുപത്രിക്ക് നേരെ ഒക്കെ തുടരാക്രമണങ്ങളാണോ ഉണ്ടായത്, അതോ ഒരാക്രമണം എന്നുള്ള നിലയിലാണോ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അൻവർ പാലേരി? ഇല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ആക്രമണം നടക്കുമ്പോൾ 3 സ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടായത്. 3 സ്ഫോടനങ്ങൾ, തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നു. അത് ഞങ്ങളുടെ ഈ പറഞ്ഞതുപോലെ 100-150 മീറ്റർ പിറകിലാണ്, കുറച്ചുകൂടി അകത്തോട്ട് മാറിയിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. മെയിൻ റോഡിൽ നിന്ന്, പ്രധാന റോഡിൽ നിന്ന് അല്പം മാറി ഞങ്ങളുടെ മറ്റൊരു വശത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ തുടരാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയാണ്. ഇവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ഇതുവരെ ലഭിക്കുന്ന വിവരം 35, അതുപോലെ 75 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ലഭിക്കുന്നതിനനുസരിച്ച് തീർച്ചയായും നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഈ ആക്രമണം നടന്നു എന്ന മേഖല, അത് ഈ ഹൂത്തികളുടെ സൈനിക കേന്ദ്രമാണോ, അവരുടെ ആയുധ ശേഖരമൊക്കെയുള്ള ഇടമാണോ അൻവർ പാലേരി? അതായത് നമുക്കറിയാം, സന മുതൽ ഏകദേശം സനയിൽ നിന്ന് 196 കിലോമീറ്റർ ദൂരം, 197 കിലോമീറ്റർ ആണ് ഈ അൽ ജൗഫിലേക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീടും 100 കണക്കിന് കിലോമീറ്ററോളം ഹൂത്തികളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഹൂത്തികളുടെ വാഹനങ്ങൾ വളരെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ പരിശോധന നടത്തി വാഹനങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ ബൈക്കുകളിലും മറ്റും നമുക്ക് യമനിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, യമനിലെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ കലാഷ്നിക്കോവ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈക്കിലൊക്കെ ഇതിങ്ങനെ വെടിവെട്ടിച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള അവരുടെ ഒരു പ്രതികരണം അത്തരത്തിലായിരിക്കും. അതായത് അവിടെയുള്ള ഓരോ പൗരനും ഹൂത്തികളുടെ പട്ടാളക്കാരാണ് എന്ന അത്തരത്തിൽ ആണ് ഇവരെ വളർത്തിയെടുക്കുന്നത്. ആ രീതിയിലാണ് പൗരുഷത്തിന്റെ ലക്ഷണമായി വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ കലാഷ്നിക്കോവ് ഉണ്ടാവും. പലപ്പോഴും അതൊരു ആഭരണം എന്ന നിലയിലോ അല്ലെങ്കിൽ അവരെ ചെറിയ പ്രായം മുതലേ ഒരു പ്രതിരോധത്തിനായി വളർത്തിയെടുക്കുന്ന ഒരു രീതിയൊക്കെയാണത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതുപോലെ പോയി റിപ്പോർട്ട് ചെയ്യാനോ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ഇന്ത്യക്കാർക്ക് ഒരു തരത്തിലും ഇന്ത്യക്കാർക്ക് സന്ദർശക വിസയിലോ മറ്റോ യമനിലേക്ക് കടക്കാൻ കഴിയില്ല. ഞങ്ങൾ തന്നെ 3 രാജ്യങ്ങൾ പിന്നിട്ടാണ് വളരെ സാഹസികമായി 300 കിലോമീറ്ററോളം
മരുഭൂമിയിലൂടെ, വളരെ ദുർഘടം പിടിച്ച മരുഭൂമിയിലൂടെ ഒക്കെ സഞ്ചരിച്ചാണ് ഈ രണ്ട് ഭരണകൂടങ്ങളാണ്. അപ്പൊ ഈ ഹൂത്തി കേന്ദ്രത്തിലേക്ക് ഞങ്ങൾക്ക് എത്തണമെങ്കിൽ ഏകദേശം 300 കിലോമീറ്ററോളം മരുഭൂമിയിലൂടെ ദുർഘടമായി ഈ യമനികളുടെ പെട്രോളിങ്ങോടുകൂടിയാണ് ഞങ്ങൾക്ക് പോലും ഇവിടെ എത്താൻ കഴിഞ്ഞത്. ആ ഒരു സാഹചര്യം ഭയമാണ്. ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ഭരിക്കുന്നത് മുഴുവൻ ഭയമാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അതായത് ഒരു പാസ്പോർട്ട് ഓഫീസ് പോലും നമ്മുടെ നാട്ടിലെ ഒരു പെട്ടിക്കടയ്ക്ക് സമാനമാണ്. അതുപോലെ സ്ത്രീകളൊക്കെ റോഡിൽ നിന്ന് പിച്ചയെടുക്കുന്ന കാഴ്ച ഇത്രയും ദരിദ്രമായ ഒരു രാജ്യത്താണ്. ഈ യമന്റെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ എവിടെയും വായിച്ചറിയുന്നതല്ല, യമനിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും. ഇങ്ങനെയുള്ള പട്ടിണി പാവങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് എന്നത് വളരെ സങ്കടകരമായ വാർത്തയാണ്. ഞങ്ങൾക്ക് ഇന്ന് രാത്രി പോലും കാണാൻ കഴിഞ്ഞ ഇവിടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പകുതി ഭക്ഷണം അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോന്നാൽ തൊട്ടുടനെ വേറെ ആളുകൾ വന്ന് വളരെ മാന്യമായി അവിടെ ഇരുന്ന് യാതൊരു സങ്കോചവും ഇല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അതായത് ഒരു രാജ്യത്തിന്റെ ദരിദ്രാവസ്ഥയാണ്. കഴുതപ്പുറത്ത് വിറക് കെട്ടിക്കൊണ്ടുപോകുന്ന സ്ത്രീകൾ. സന പോലുള്ള ചില നഗരങ്ങൾ ഒഴിച്ചാൽ ഈ ഉൾഭാഗങ്ങളിൽ മുഴുവൻ ഇതാണ് ദാരിദ്ര്യത്തിന്റെ വളരെ തന്നെയാണ്. നമ്മൾ സമാധാനമായി ഉണ്ടുറങ്ങി കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അതിനെ ഏത് രീതിയിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൻവർ പലേരി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഞെട്ടലുണ്ട്, അതിൻ്റെ ഒരു ആഘാതമുണ്ട്. സുരക്ഷിതമായിരിക്കുക. ഇപ്പോൾ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് അതിസാഹസികമായി തന്നെ അങ്ങോട്ട് പോയതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട, കരുതലോടെ ഇരിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. സ്റ്റേ സേഫ്, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ കുറച്ചുകൂടി വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. യമന്റെ തലസ്ഥാനമായ സനായ്ക്കടുത്താണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായത്. 35 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കൻ പ്രവിശ്യയായ അൽ ജൗഫിൽ ആണ് ആക്രമണം ഉണ്ടായത്. ഹൂതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ലോകരാജ്യങ്ങളുടെ പ്രതികരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ കടക്കുകയും വേണം. യമനിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അൻവർ പാലേരി അടങ്ങിയ 24-ന്റെ വാർത്താ സംഘം ഈ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ അറബ് രാഷ്ട്ര നേതാക്കൾ ഖത്തറിന് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ തുടർ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഖത്തറിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ദോഹ ശാന്തമാണെങ്കിലും വളരെ സജീവമായ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ലോക നേതാക്കളും ഖത്തറിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റും ജോർദാൻ കിരീടാവകാശിയും ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഖത്തറിലെത്തി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ന് ഖത്തറിലെത്തുമെന്നാണ് സൂചന. ഖത്തർ അമീറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഖത്തർ അമീറിന് ഫോണിൽ വിളിച്ച് സൗദിയുടെ പൂർണ്ണമായ പിന്തുണ അറിയിച്ചിരുന്നു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും എല്ലാം ഖത്തറിന് ഈ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ശത്രുക്കൾ അത് എവിടെയായാലും നേരിടും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട്, അതായത് സമാധാന ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ സനായിൽ, യമൻ തലസ്ഥാനമായ സനായിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച സനായിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ യമൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പുറമെയാണ് ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയത്. ഏതായാലും മേഖല ശാന്തമാണ് എങ്കിൽ പോലും, ഖത്തർ ശാന്തമാണ് എങ്കിൽ പോലും ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ദോഹയിലെ ആക്രമണം ബുദ്ധിപരമായിരുന്നില്ല എന്നാണ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും മാധ്യമ പ്രവർത്തകനുമായ ചാർലി കെർക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു വെടിയേറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിൽ ചാർലി കെർക്ക് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എത്രത്തോളം അടുപ്പം ട്രംപിനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ട്രംപിന്റെ കുറിപ്പ് അല്പസമയം മുമ്പ് നമ്മൾ വായിച്ചു. എന്താണ് സംഭവിച്ചത്? ഈ ആക്രമണത്തെ അമേരിക്ക കാണുന്നത് എങ്ങനെയാണ്? അക്രമിയെ സംബന്ധിച്ച വിവരങ്ങൾ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതലായി ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് സ്മിത, രിജിത്ത്. നമുക്കറിയാം 9/11 എന്ന് പറയുന്ന ഏറ്റവും വലിയ അമേരിക്ക ഞെട്ടിദ്ധരിച്ച സംഭവത്തിന്റെ ഓർമ്മകളിലേക്ക് ഈ രാജ്യം കടക്കുന്ന സമയത്താണ് അമേരിക്കയെ നടുക്കിയ ഈ കൊലപാതക വാർത്ത ഇന്ന് ഉച്ചയോടുകൂടി തേടിയെത്തുന്നത്. ചാർലി കെർക്ക്, യുവാക്കളുടെ ഹരമായ 31 വയസ്സുകാരനായ അദ്ദേഹം യുട്ടാ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അടുപ്പമുള്ള ആളുമായിരുന്നു. അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയം കവർന്ന മനുഷ്യനായിരുന്നു ചാർലി കെർക്ക് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പിന്നീട് അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത്. ഏതാണ്ട് 3500ഓളം അമേരിക്കയിലെ ക്യാമ്പസുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആയിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ നടക്കുന്ന കൂട്ട വെടിവെപ്പിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കുള്ള പങ്കിനെ പറ്റിയുള്ള ഒരു സംവാദം ഒരു വിദ്യാർത്ഥിയുമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വെടിയേക്കുന്നത്. ലൂസ് ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ഒരു തൊട്ടടുത്തുള്ള ഒരു കെട്ടിടം, ഏതാണ്ട് 200 അടി ദൂരെയായിരുന്നു ഈ കെട്ടിടം. അവിടെ നിന്നാണ് അക്രമി വെടിവെച്ചത്. അക്രമി പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞതായിട്ട് FBI ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് കാഷ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ ഇന്ന് ക്യാബിനറ്റ് വേണ്ടി ഒരു അത്താഴ വിരുന്ന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയിരുന്നു. പക്ഷെ അതെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. ലോക രാഷ്ട്ര നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് അപലപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് വിശേഷിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ ഉൾപാർട്ടി കലഹം. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയ്ക്ക് ഇരയായി എന്നാണ് ആരോപണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെ അടക്കം വിമർശിച്ചുകൊണ്ട് സൈബർ ആക്രമണവും സജീവമാണ്. മേഘ്ന മുരളി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഈ സൈബർ ആക്രമണങ്ങൾ സൈബർ സെല്ലിലൊക്കെ തന്നെ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരാണ് അതിന്റെ ചുമതലയിലുള്ളത്? ഇക്കാര്യത്തിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരായി തന്നെ വലിയ രീതിയിൽ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ കണ്ടതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ ഭിന്നത രൂപപ്പെടുകയാണോ? എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? സ്മിത, ഇതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചു, കഴിഞ്ഞ വിഷയം എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല. കാരണം കോൺഗ്രസിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നീറിപ്പുകയുന്നു, അല്ലെങ്കിൽ കലഹം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അതിൽ ഇന്നലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അതിൽ തന്നെ കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ട്, ഭിന്നാഭിപ്രായമുണ്ട്. അതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ രാഹുലിനെ ഇനി നിയമസഭാ സമ്മേളനത്തിലടക്കം തിങ്കളാഴ്ചയാണ് ഇനി നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നത്, അതിലടക്കം പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ്. കൂടാതെ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം രാഹുലിനെ ഇനി തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. പക്ഷേ മറ്റൊരു വിഭാഗം രാഹുലിനെതിരെ ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒരു ശക്തമായ മൊഴി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇത്ര ശക്തമായൊരു നിലപാട് രാഹുലിനെതിരെ എടുക്കുന്നത് എന്നുള്ളൊരു ആരോപണവും ശക്തമാണ്. അതിൽ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇനി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്നുള്ള കാര്യം രാഹുലിന്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ രാഹുലിനെ തീരുമാനിക്കാമെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ രാഹുലിനെതിരെ എടുത്ത നടപടികളടക്കം കടുത്തുപോയി എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും മറ്റൊരു അഭിപ്രായമായി കോൺഗ്രസിനകത്ത് വരികയും ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള യൂത്ത് കോൺഗ്രസ് കാര്യമായിട്ടുള്ള ഒരു യുവതി, എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ക്രൈംബ്രാഞ്ചിൽ ഗൂഢാലോചന, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകുകയും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുമെതിരെ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതും വലിയ തരത്തിൽ സൈബർ ആക്രമണം അടക്കം, കാരണം ഈ ഓണ ദിവസങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ
മാങ്കൂട്ടത്തിനെതിരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ രാഹുലിനെ മടക്കി കൊണ്ടുവരൂ എന്നടക്കമുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായി വി.ഡി. സതീശനെതിരെ അടക്കം വലിയ തരത്തിലൊരു സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അതിൽ ഈ വി.ഡി. സതീശനടക്കം ഈ നേതാക്കളടക്കം ഇടപെട്ട് രാഹുലിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തടസ്സം നിൽക്കുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും മറ്റൊരു വിഭാഗം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ കോൺഗ്രസിൽ ഇനി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച നടക്കാനിരിക്കെ എന്തായിരിക്കും, അതിൽ എന്ത് തീരുമാനമെടുക്കും? കൂടാതെ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഭരണപക്ഷത്തിനെതിരെ ഉയർത്താനുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അത് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് മർദ്ദനമടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ഭരണപക്ഷം ഈ രാഹുലിന്റെ വിഷയം ഏറ്റെടുത്ത് മറ്റു വിഷയങ്ങളിലുള്ള ശ്രദ്ധ പോകുന്നടക്കമുള്ള കാര്യങ്ങൾ വി.ഡി. സതീശനും മറ്റൊരു പ്രബലമായിട്ടുള്ള കൂട്ടവും കോൺഗ്രസിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ രാഹുലിന്റെ വിഷയം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ ഈ വിഷയം നീറിപ്പുകയുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിൽ ഇപ്പോഴും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുകയാണ്. അതിൽ പരാതിക്കാരനില്ല, ശക്തമായ മൊഴി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ചിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അതിലൊരു നിയമോപദേശം തേടിയിരിക്കുന്നു. അതിൽ എങ്ങനെയാണ്, അതായത് ഈ എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവതി അടക്കം മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം VC ഉടൻ വിളിക്കില്ല. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജി തള്ളിയ ഹൈക്കോടതി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഉടൻ യോഗം വിളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. കഴിഞ്ഞ യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തിയെന്ന ആരോപണത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി പിൻവലിക്കാതെ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ഈ മാസം 2-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിനാൽ ഇനി 2 മാസം കഴിഞ്ഞ യോഗം ചേർന്നാൽ മതിയെന്നാണ് VCയുടെ വാദം. സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്ക് പിന്തുണയുമായി കോഴിക്കോട് മടവൂരിൽ പ്രകടനം. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഐക്യദാർഢ്യവുമായി പ്രകടനം നടത്തിയത്. കഴിഞ്ഞ ദിവസം നദ്വിക്കെതിരെ CPIM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. നദ്വിയെ അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യം വിളികളാണ് ഉയർന്നിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചും സമസ്ത നേതാവിനെ പിന്തുണച്ചുമായിരുന്നു പ്രകടനം. ബഹുഭാര്യാത്വവുമായി ബന്ധപ്പെട്ട നദ്വിയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40യിലെ വാഗ്ദാനം പാലിച്ച് 24. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഇന്ന് രാവിലെ 11:30 എറണാകുളം തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. 14 ജില്ലകളിലായിട്ടാണ് 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കുന്നത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് 24 കണക്ട് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്രയുടെ കോഴിക്കോട് നടന്ന സമാപന സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 40 സർക്കാർ വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബുകൾ നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചത്. SKN40യുടെ 2-ാം ഘട്ടമായ ജ്യോതിർഗമയിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 വാഗ്ദാനം നടപ്പാക്കുന്നത്. ഇന്ന് രാവിലെ 11:30 മണിക്ക് തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. R. ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര നടത്തിയത്. മാർച്ച് 16-ന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20-ന് കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. SKN40യുടെ 2-ാം ഘട്ടമായ ജ്യോതിർഗമയിൽ മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ സംസ്ഥാനത്തെ 1000 വിദ്യാലയങ്ങളിൽ 1 വർഷം നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോട്ടറി ടിക്കറ്റുകളുടെ GST ഉയർന്നാലും ടിക്കറ്റ് നിരക്ക് ഉടൻ വർദ്ധിപ്പിക്കില്ല. താഴെത്തട്ടിലുള്ള വിൽപ്പന തൊഴിലാളികളുടെ കമ്മീഷൻ തുക കുറയില്ല. പകരം ഏജന്റുമാരുടെ കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്തിയേക്കും. ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിലയും വർദ്ധിപ്പിക്കില്ല. ഇന്നലെ ചേർന്ന ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലാണ് ധനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ഈ മാസം 22 മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരും. ലോട്ടറി GST നിരക്ക് 28-ൽ നിന്ന് 40% ഉയരും. നികുതി വർധനവ് ലോട്ടറി വാങ്ങുന്നവരുടെ ബാധ്യതയായി മാറ്റരുത് എന്ന പൊതുവികാരമാണ് ധനമന്ത്രി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ ഉയർന്നത്. 2 മാസം മുൻപാണ് സാധാരണ ലോട്ടറിയുടെ വില 50 രൂപയായി ഏകീകരിച്ചത്. ഇനിയും ഉടൻ തുക വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഈ ആവശ്യം ധനമന്ത്രി അംഗീകരിച്ചു. എന്നാൽ ലോട്ടറി ടിക്കറ്റിന്റെ വില 50 രൂപയാക്കിയപ്പോൾ ഏജന്റുമാർക്ക് നിശ്ചിത ശതമാനം കമ്മീഷനും ഉയർന്നിരുന്നു. ഇത് വെട്ടിക്കുറയ്ക്കാനാണ് ആലോചന.
എന്നാൽ സാധാരണ ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷനിൽ കുറവ് വരില്ല എന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. അടുത്ത ആശങ്ക ഓണം ബമ്പറിലായിരുന്നു. എന്നാൽ 22-ന് ശേഷം ഓണം ബമ്പർ ടിക്കറ്റ് വിലയും കൂട്ടില്ല എന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. 27-ന് നറുക്കെടുക്കേണ്ട ഓണം ബമ്പർ ലോട്ടറികൾ പൂർണ്ണമായും 21-ന് മുൻപ് പ്രിന്റ് ചെയ്ത് ലോട്ടറി ക്ഷേമനിധി ബോർഡിന് കൈമാറും. അതിനാൽ 28% GST മാത്രമേ ഓണം ബമ്പർ ലോട്ടറിക്ക് ഈടാക്കുകയുള്ളൂ. 22-ാം തീയതിക്ക് ശേഷവും 500 രൂപയ്ക്ക് തന്നെ ഓണം ബമ്പർ ലോട്ടറിയിൽ വിപണിയിൽ ലഭിക്കും. സർക്കാരിന് നഷ്ടമുണ്ടാകാതെ GST പരിഷ്കാരത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാമെന്നതിൽ ധനവകുപ്പ് കൂടുതൽ ചർച്ചകൾ നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കൊച്ചി തൃക്കാക്കരയിൽ മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ നാട്ടുകാർ തടഞ്ഞു. എറണാകുളം RTO ഓഫീസിലെ AMVI ബിനുവിനെയാണ് നാട്ടുകാർ പോലീസിന് കൈമാറിയത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എപ്പോഴാണ് ഈ സംഭവം? നാട്ടുകാർ തന്നെ ഇടപെട്ട് ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാക്കനാട് തോപ്പിൽ ഭാഗത്ത് വെച്ചാണ് RTO എന്ന പേരിൽ AMVI ആയ ബിനു വാഹന പരിശോധന നടത്തിയത്. ഇയാളുടെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ തോന്നിയ നാട്ടുകാർ സമീപിച്ചപ്പോഴാണ് ഇയാൾ മദ്യപിച്ചതായി നാട്ടുകാർ തന്നെ കണ്ടെത്തിയത്. നേരെ നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ബിനു വാഹന പരിശോധന നടത്തിയത്. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ നാട്ടുകാരുടെ നേരെ ഈ ഉദ്യോഗസ്ഥൻ തട്ടിക്കയറുകയായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് തൃക്കാക്കര പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴും സമാന സ്വഭാവം പോലീസിന് നേരെയും ഉദ്യോഗസ്ഥൻ കാണിച്ചു. നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം പോലും പോലീസിനോട് ചോദിച്ചു. ഇതോടെ നാട്ടുകാർ പ്രകോപിതരാകുന്നതിനിടെ പോലീസ് ബിനുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബിനുവിനെതിരെ വകുപ്പുതല നടപടികൾ ഉണ്ടാവും എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ശരി, എറണാകുളം RTO ഓഫീസിലെ AMVI ബിനുവിനെയാണ് നാട്ടുകാർ പോലീസിന് കൈമാറിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ശ്യാംകുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അശ്ലീല വാട്സപ്പ് സന്ദേശം അയച്ചെന്ന AIG VG വിനോദ് കുമാറിനെതിരായ പരാതിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ദുരുദ്ദേശപരമായ മെസ്സേജ് വിനോദ് കുമാർ അയച്ചു എന്നാണ് മൊഴി. SP മെറിൻ ജോസഫാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, കഴിഞ്ഞ ദിവസം ഈ വിനോദ് കുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. എന്താണ് ഈ പരാതിക്കാരായ വനിതാ SIമാരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഷഫീദ്? രജിത്ത്, സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണം. അത് മെറിൻ ജോസഫിനെ കൊണ്ട് ആരംഭിച്ചത്. നേരത്തെ റേഞ്ച് DIG അന്വേഷണം നടത്തുകയും അതിൽ ഇവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക ചുമതലയുള്ള മെറിൻ ജോസഫിന് ഈ അന്വേഷണം കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ VG വിനോദ് കുമാറിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ദുരുദ്ദേശപരമായ മെസ്സേജുകൾ അയച്ചിട്ടില്ലെന്നായിരുന്നു വിനോദ് കുമാറിന്റെ മൊഴി. എന്നാൽ അത് അപ്പാടെ തള്ളുന്ന ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മെറിൻ ജോസഫിന്റെ മൊഴിയെടുപ്പ് വേളയിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വിളിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും അതിനപ്പുറത്തേക്ക് ഫോൺ എടുത്തില്ലെങ്കിൽ വിളിക്കുമ്പോൾ തിരികെ ഉണ്ടാകുന്ന പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്തു വരുന്ന 2 വനിതാ SIമാരായിരുന്നു പരാതിക്കാർ. ഈ പരാതി ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ശാസ്ത്രീയ തെളിവ് ശേഖരണം അടക്കം നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പരാതിക്കാർ കൈമാറിയിട്ടുണ്ട്. അതിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. കൂടാതെ VG വിനോദ് കുമാർ തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു പരാതി നൽകിയിരുന്നു. പ്രത്യേകിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ആ പരാതിയിലും ശാസ്ത്രീയ തെളിവ് ശേഖരിച്ച അന്വേഷണം നടത്താനാണ് ഇപ്പോൾ മെറിൻ ജോസഫിന്റെ നീക്കം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കണക്ക് ക്ലാസ്സിലെത്തിയ ഒരു ബിരുദനെ കുറിച്ചാണ് ഇനിയുള്ള റിപ്പോർട്ട്. എറണാകുളം മൂവാറ്റുപുഴയിലെ ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്രതീക്ഷിതമായി കുട്ടികൾക്ക് മുന്നിലെത്തിയ ഒരു ഒന്നിന്റെ നിറം മാറാത്ത കഥയാണ് ഇത്. ആളൊരു പച്ച പരിഷ്കാരിയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിൻ്റെ മുൻവശത്ത് ഇരിപ്പങ്ങുറപ്പിച്ചു. ആദ്യം അമ്പർന്ന കുട്ടികൾ പിന്നീട് പതിയെ മയപ്പെട്ടു. പരിഷ്കാരിയായ ഒന്നിനെ ഒന്ന് പരിഗണിക്കാമെന്നൊക്കെയായി. ആളൊരു ഓന്താണല്ലോ, ഏതു നിമിഷവും നിറം മാറാനും സാധ്യതയുണ്ട്. എന്നാൽ നിറം മാറുന്ന ഓന്തിനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം എന്നായി അധ്യാപകർ. പഠിച്ച് പഠിപ്പിക്കുന്ന ജോലിയിലെത്തിയെങ്കിലും അധ്യാപകർ പഠിച്ച പണി 18 നോക്കിയെങ്കിലും ഓന്ത് തനി സ്വരൂപം കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. നിറം മാറുന്ന ഓന്തിനെ ഒന്ന് കാണിക്കാനായി പലയിടങ്ങളിലും അവനെ പ്രതിഷ്ഠിച്ചു. ഓന്താരാ മോൻ, അവൻ ഒരു പച്ച പരിഷ്കാരിയായി തന്നെ നിന്നു.
നിന്ന നിൽപ്പിന് നിറം മാറുന്ന ആളുകൾ ഒരുപാടായി തുടങ്ങിയതുകൊണ്ടാകാം വളർന്നു വരുന്ന തലമുറയ്ക്ക് മുന്നിൽ അവൻ ആ നിറം മാറ്റം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. 24 ഇടുക്കി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് ഹോങ്കോങ് പോരാട്ടം. രാത്രി 8-ന് അബുദാബിയിലാണ് മത്സരം. ബംഗ്ലാദേശ് ജയത്തോടെ തുടങ്ങാനിറങ്ങുമ്പോൾ ഹോങ്കോങ്ങിന് ജീവൻ മരണ പോരാട്ടമാണ്. ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് 94 റൺസിന്റെ കനത്ത പരാജയം നേരിട്ട ഹോങ്കോങ്ങിന് ഇന്നുകൂടി തോറ്റാൽ സൂപ്പർ 4 പ്രതീക്ഷകൾ അവസാനിപ്പിക്കാം. ഇനി അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പന്തിരങ്കാവ്, കുടത്തുംപാറ, ഇരിങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയാണ് വൈദ്യുതി മുടങ്ങുക. എറണാകുളം മുളന്തുരുത്തി പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ആമ്പല്ലൂർ റെയിൽവേ ഗേറ്റ് ഇന്ന് അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായി ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ഗേറ്റ് അടച്ചിടുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന് രാവിലെ 10 മണിക്ക്. ചേർത്തല KVM എഞ്ചിനീയറിംഗ് കോളേജിൽ MBA MCA സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. പ്രവേശനം ഈ മാസം 15-ന്. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെ. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. വാർത്താലോകം. നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവായി ഇന്ന് ചുമതലയേൽക്കും. പൊതു മിനിമം അജണ്ടയിലാകും ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുക. സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ സൈന്യത്തിനാണ് ക്രമസമാധാനത്തിന്റെ ചുമതല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഈ ഒരു അനിശ്ചിതാവസ്ഥ ഇന്നലെ വൈകിട്ടോടെയൊക്കെ തന്നെ ആരാകും നേതൃത്വത്തിലെത്തുക എന്നുള്ളത്. പക്ഷേ ബലൻഷായ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് വേണ്ട, താനല്ല നയിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. കഴിഞ്ഞ ദിവസം ഈ ജൻസി പ്രതിഷേധക്കാർ ഉൾപ്പെടെ ഉയർത്തിയ 2 പേരുകളിൽ ഒന്ന് ബലൻഷായുടെയും മറ്റൊന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിയുടേതുമായിരുന്നു. എന്നാൽ സൈനിക മേധാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ മുൻതൂക്കം നൽകിയത് സുശീല കർക്കിയുടെ പേരിന് തന്നെയാണ്. കാരണം അവർ വലിയ കാലത്തെ ദീർഘനാളത്തെ അനുഭവ പരിചയമുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിക്കാണ് സൈനിക മേധാവി മുൻതൂക്കം നൽകിയത്. എന്നാൽ ആദ്യഘട്ട ചർച്ചകളിലൊന്നും തന്നെ ഈ ഒരു പദവി ഏറ്റെടുക്കാൻ സുശീല കർക്കി സമ്മതിച്ചിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പലതവണ സൈനിക മേധാവി ഇതുമായി ബന്ധപ്പെട്ട അശോക് രാജ് സിംഗ്ഡൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു ഇവരുടെ വസതിയിലെത്തി. കൂടാതെ ജൻസി പ്രക്ഷോഭകരുമായും ചർച്ചകൾ നടത്തി. തുടർന്ന് ഒടുവിൽ ജൻസി പ്രക്ഷോഭകർ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട ബലൻഷായും ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് സുശീല കർക്കി ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. അവർ നേരത്തെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഇവർക്കെതിരെ സർക്കാർ നീക്കം നടത്തുകയും അവരെ സ്ഥാനത്തു നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ്, ഇംപീച്ച്മെന്റ് നോട്ടീസ് ഉൾപ്പെടെ നൽകിയ ഘട്ടത്തിലാണ് സാഹചര്യവും മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ നിലവിൽ ഇപ്പോൾ പുതിയ സർക്കാർ ഇന്ന് ചുമതലയേൽക്കും. ഒരു ഇടക്കാല ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി സുശീല കർക്കി ഇന്ന് ചുമതലയേൽക്കും. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുക. ക്രമസമാധാന നില പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ ചുമതല സൈന്യം തന്നെയായിരിക്കും വഹിക്കുക. തുടർന്ന് പുതിയ ഭരണഘടനയുടെ നിർമ്മാണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലുള്ള തീരുമാനം. അതേസമയം ഈ നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മടങ്ങിയെത്തിക്കുന്നതിനായി ഇന്ന് പ്രത്യേക വിമാന സർവീസുകൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും നടത്തുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സർവീസുകൾ ഇന്ന് നടക്കുന്നത്. ന്യായമായ സർവീസ് ചാർജ് മാത്രമേ യാത്രക്കാരിൽ നിന്നും ഈടാക്കാവൂ എന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ഈ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നാളെ മുതൽ സാധാരണ ഷെഡ്യൂളുകൾ, നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂളുകൾ അനുസരിച്ചായിരിക്കും ഈ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പ്രവർത്തിക്കുക. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ മുഴുവനായും ഈ 2 ദിവസത്തിനകം തന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നേപ്പാൾ ശാന്തമാവുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഊർജിതമായി നടക്കുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.
ലോക മനസാക്ഷിയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്നിട്ട് 24 വർഷം. അമേരിക്കൻ ഐക്യനാടുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അൽ ഖ്വയ്ദ ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിന് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ല. സെപ്റ്റംബർ 11 രാവിലെ 8:30 ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ 2 ടവറുകളിലേക്ക് ഭീകരർ വിമാനങ്ങൾ ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം ഇരു ടവറുകളും നിലംപൊത്തി. 19 പേരടങ്ങുന്ന അൽ ഖ്വയ്ദ ഭീകരർ സംഘങ്ങളായി തിരിഞ്ഞ് 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. സംഘം 4ആയി തിരിഞ്ഞാണ് ആക്രമണം നടത്തിയത്. തൊട്ടുപിന്നാലെ അമേരിക്കൻ സൈന്യത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് അടുത്ത വിമാനം ഇടിച്ചിറങ്ങി. 4ാമത്തെ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരും ഭീകരരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പെൻസിൽവാനിയയിലെ പാടശേഖരത്ത് വിമാനം തകർന്നു വീണു. 77 രാജ്യങ്ങളിൽ നിന്നുള്ള 2977 പേർ കൊല്ലപ്പെട്ടു. 10,000-ലധികം പേർക്ക് പരുക്കേറ്റു. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ ഭീകരാക്രമണമായിരുന്നു അത്. അൽ ഖ്വയ്ദ ഭീകരൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ആക്രമണത്തിന്റെ ആശയം ഒസാമ ബിൻ ലാദന് മുന്നിൽ അവതരിപ്പിച്ചത്. 1998 ബിൻ ലാദൻ പദ്ധതിക്ക് അനുമതി നൽകി. ആക്രമണം നടന്നതിന് തൊട്ടടുത്ത മാസം അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തി. ഡിസംബറോടെ താലിബാൻ ബുദ്ധികേന്ദ്രമായിരുന്ന ബിൻ ലാദനെ അമേരിക്ക വധിച്ചു. 10 വർഷത്തോളം നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ തുടർന്നു. എന്നാൽ സൈന്യം മടങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ അധികാരത്തിലെത്തി. റിസർച്ച് ഡെസ്ക് 24. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ തുടരുക. നിയമസഭ പാസാക്കിയ ബില്ലുകളെ ഗവർണർമാർ പിടിച്ചുവെക്കുന്നു എന്ന ആക്ഷേപം വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും വാദത്തെ സുപ്രീം കോടതി തന്നെ ചോദ്യം ചെയ്യുന്ന നിലയും ഉണ്ടായി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ പരിഗണിക്കുക, ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടാവുക? സ്മിത, റിജിത്ത്, ഏറെ നിർണായകമായ ഒരു കേസ്, അതായത് രാഷ്ട്രപതിയുടെ റഫറൻസിലുള്ള വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. ഇന്ന് ഈ രാഷ്ട്രപതിയുടെ റഫറൻസിലെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ പൂർത്തിയാകും. പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാദമാകും ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. ഉച്ചയോടുകൂടി ഇത് പൂർത്തിയാകും. ഈ റഫറൻസിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇന്നും മറുപടി നൽകും. കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ വിഷയത്തിൽ വാദമുഖങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗവർണർമാർ ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വെക്കുന്നു എന്നുള്ള സംസ്ഥാനങ്ങളുടെ വാദം പൊള്ളയാണ് എന്ന വാദം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന വാദം എന്നുള്ളത് 1970 മുതൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ 90% ഒരു മാസത്തിനുള്ളിൽ തന്നെ ഗവർണർമാർ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും 17,150 ബില്ലുകളിൽ 20 കേസുകൾ മാത്രമാണ് ഗവർണർമാർ അനുമതി തടഞ്ഞു വെച്ചിട്ടുള്ളൂ എന്നും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വയ്ക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ ഈ കേസിന് ആസ്പദമായ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്നുമുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിരത്തിയത്. എന്നാൽ ഇതിനെ ഈ മറു കക്ഷികളുടെ അഭിഭാഷകർ, മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും എതിർക്കുകയായിരുന്നു. സുപ്രീം കോടതിയും ഇത്തരം കണക്കുകൾ അല്ല നിലവിലെ ആവശ്യം എന്ന നിലപാടാണ് എടുത്തത്. അതേസമയം ഈ 2014 മുൻപും ശേഷവും എന്ന വ്യത്യാസം കോടതിക്ക് മുന്നിൽ ഇല്ല എന്ന കാര്യവും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ രാഷ്ട്രപതി, ഈ ഗവർണർമാർ എന്നിവർ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ ഇന്നത്തെ വാദം പൂർത്തിയാക്കിയ ശേഷം വരാനുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മുംബൈയിൽ നാവികസേനയുടെ തോക്കും വെടിയുണ്ടകളും മോഷ്ടിച്ചവർ ഒടുവിൽ പിടിയിലായി. നാവികസേനയിലെ തന്നെ ഒരു അഗ്നിവീറും സഹോദരനുമാണ് പിടിയിലായത്. കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് പിടിയിലായ അഗ്നിവീർ രാകേഷ്.
നാവികസേനയ്ക്ക് ആശ്വാസം, മുംബൈ പോലീസിന് അഭിമാനം. നാവികസേനയുടെ തോക്കുമായി മുങ്ങിയവർ തെലങ്കാനയിലെ ആസിഫാബാദിൽ നിന്നാണ് വലയിലായത്. നാവികസേനയിൽ അഗ്നിവീറായി ജോലി ചെയ്യുന്ന രാകേഷ്, സഹോദരൻ ഉമേഷ് എന്നിവരാണ് പ്രതികൾ. മോഷണത്തിന്റെ രീതി വെച്ച് നാവികസേനയുമായി ബന്ധമുള്ളവർ തന്നെയാണ് പ്രതികളെന്ന സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നു. നാവികസേന യൂണിഫോമിലെത്തിയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ച് തോക്കുമായി പ്രതികൾ മുങ്ങിയത്. പ്രതി രാകേഷ് 1 വർഷം മുമ്പാണ് അഗ്നിവീറായി നാവികസേനയിൽ ചേർന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ ഇയാൾ മുംബൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെത്തുന്നത്. അവധിയെടുത്ത് സെപ്റ്റംബർ 5-നാണ് മോഷണത്തിനായി മുംബൈയിൽ തിരികെ എത്തിയത്. മുംബൈയിലെ പരിചയം മോഷണത്തിന് ഉപയോഗപ്പെടുത്തി. എന്തിന് തോക്ക് മോഷ്ടിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വദേശമായ തെലങ്കാനയിൽ മദ്യക്കട നടത്തുകയാണ് കൂട്ടുപ്രതി ഉമേഷ്. ശനിയാഴ്ചയാണ് കൊളാബയിലെ നേവി നഗറിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് പ്രതികൾ ആയുധവുമായി കടന്നത്. മുംബൈയിലെ LTT റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം പൂനെയിലേക്കും പിന്നീട് തെലങ്കാനയിലേക്കും ട്രെയിൻ മാർഗം മുങ്ങുകയായിരുന്നു. അതിവേഗം പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞ മുംബൈ പോലീസിനെ വെസ്റ്റേൺ നേവൽ കമാൻഡ് അഭിനന്ദിച്ചു. 24 മുംബൈ. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസം മാത്രമായ മുളന്തുരുത്തി ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലത്തിൽ വിള്ളൽ. റെയിൽവേ നിർമ്മിച്ച ഗാഡറുകളിലെ കോൺക്രീറ്റിലാണ് പൊട്ടൽ കണ്ടെത്തിയത്. 2018-ൽ റെയിൽവേ നേരിട്ടാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചത്. റെയിൽവേ നേരിട്ട് നിർമ്മിച്ച മേൽപ്പാലത്തിലാണ് ഗർഡറുകളിലെ കോൺക്രീറ്റുകളിൽ പൊട്ടൽ കണ്ടെത്തിയത്. 7 മാസം മുൻപാണ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത്. കോൺക്രീറ്റിൽ പൊട്ടലുണ്ടായതോടെ പലയിടത്തും കോൺക്രീറ്റ് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. നിർമ്മാണത്തിലെ പോരായ്മയാണ് കോൺക്രീറ്റ് പൊളിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് ശരിക്കും അശാസ്ത്രീയമായൊരു ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ 6 മാസം കൊണ്ട് തന്നെ ഈ പാലം നമുക്ക് വാഹനയോഗ്യമല്ലാത്ത രീതിയിലേക്ക് പോയത്. ഇതിനെതിരെ ശക്തമായ അന്വേഷണം നടക്കണമെന്നും എത്രയും പെട്ടെന്ന് പാലത്തിന്റെ ഈ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ആദ്യഘട്ടത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായ ഭാഗത്താണ് ഇപ്പോൾ കമ്പികൾ ഉൾപ്പെടെ പുറത്തെത്തിയത്. ഇപ്പോൾ ഉണ്ടായ തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് പാലം കൂടുതൽ അപകടസ്ഥിതിയിലേക്ക് എത്താൻ കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. 24 കൊച്ചി. CPI സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ച ഇന്ന് തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് പൊതുചർച്ച നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. അശ്വിന് ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മുൻഗണനാ ക്രമത്തിലൊക്കെ തന്നെ വലിയ പാകപ്പിഴകൾ ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, എന്തായാലും ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഏറ്റവും പ്രധാനമായി CPI സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച ജില്ലാ ചർച്ച അത് രാത്രിയോടുകൂടിയാണ് പൂർത്തിയായത്. സർക്കാരിനെതിരെ അടക്കം രൂക്ഷ വിമർശനം ഇന്നലെ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിനെ പൂർണ്ണമായും തള്ളുകയല്ല, തള്ളിയും ഒപ്പം സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുമുള്ള, അതായത് തല്ലിയും തലോടിയുമുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ CPI സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് നടക്കുന്ന പൊതു ചർച്ചയിൽ അതിരൂക്ഷ വിമർശനം ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങളിൽ പോലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാവുന്നതുപോലെ CPIയിൽ തന്നെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ സമീപകാലങ്ങളിൽ ഉയർന്നു വന്നതാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിലെ ചില നിലപാടുകൾ, മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളടക്കം, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളടക്കം, പ്രത്യേകിച്ച് P. പ്രസാദിനടക്കം ഉള്ള CPIയുടെ മന്ത്രിമാർക്കെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ വിമർശനങ്ങൾ അത് സ്വാഭാവികമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ തന്നെ പറയുകയും ചെയ്തു. ആ വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ CPIയുടെ സമ്മേളനം പൂർത്തിയാകൂ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി വന്നതാണ്. ഇന്നെന്തായാലും രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ചർച്ചകൾ ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിജിത്ത്, സ്മിത. ശരി, അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. തിരുവനന്തപുരം പേരൂർക്കടയിൽ യുവാവിന്റെ കൈ മാൻഹോളിലെ ഗ്രില്ലിൽ കുടുങ്ങി. മാൻഹോളിൽ വീണ താക്കോൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കരിപ്പൂർ സ്വദേശിയുടെ കൈ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി ഗ്രിൽ മുറിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തി. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് മേഘന?
സ്മിത, ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് തിരുവനന്തപുരം പേരൂർക്കട വഴയിലയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഈ യുവാവിന്റെ കൈ ഈ മാൻഹോളിലെ ഗ്രില്ലിൽ കുടുങ്ങുകയായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് യുവാവ് ഈ ഒരു പരിസരത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന താക്കോൽ മാൻഹോളിലെ ഗ്രില്ലിലൂടെ അകത്തേക്ക് വീഴുന്നു. അതെടുക്കാൻ മറ്റു പല മാർഗങ്ങളും തേടുന്നു, പക്ഷെ പറ്റുന്നില്ല. അതിനുശേഷമാണ് കൈ ഗ്രില്ലിലൂടെ അകത്തേക്കിട്ട് ഒരു ശ്രമം നടത്തുന്നത്. അങ്ങനെയാണ് യുവാവിന്റെ കൈ ഈ മാൻഹോളിലെ ഗ്രില്ലിൽ കുടുങ്ങുകയും ചെയ്യുന്നത്. ശേഷം സമീപ പ്രദേശത്തുള്ള ആളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. ശേഷം ഫയർഫോഴ്സ് എത്തുന്നു. പിന്നീട് ഈ കട്ടർ ഉപയോഗിച്ച് ഗ്രില്ല് മുറിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിൽ ഫയർഫോഴ്സ് പറയുന്നത് ഇതിൽ ഈ ചെറിയ ഗ്യാപ്പുകളുള്ള ഗ്രില്ലാണ്, അതിലേക്ക് യുവാവിന്റെ കൈ കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ യുവാവ് സുരക്ഷിതനായിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതി അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് വിശദീകരണം നൽകിയേക്കും. നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്മേൽ പുനഃപരിശോധനാ ഹർജി നൽകാനും നീക്കമുണ്ട്. എസ് ശ്യാംകുമാറാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാം, അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട്? അതിൽ ഇപ്പോൾ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. കൃത്യമായ വിശദീകരണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റ് നടപടികൾ ഉണ്ടായേക്കും. അപ്പോൾ ഇന്ന് എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത്? സ്മിത, ഇന്ന് രാവിലെ ദേവസ്വം ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടി വരിക. നേരത്തെ ദേവസ്വം ബോർഡ് വിശദീകരിച്ചിരുന്നത് തന്ത്രിയുടെയും ദേവസ്വം കമ്മീഷണറുടെയും ഉൾപ്പെടെ അനുമതിയോടെയാണ് ഈ പാളികൾ കൊണ്ടുപോയത്, അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്നാൽ തന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുമെന്ന വിവരമാണ് തനിക്ക് നൽകിയിരുന്നത്. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയും അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ഇന്ന് എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. തന്ത്രി ഈ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചാൽ അത് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയത്തിൽ ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ സ്വർണ്ണ തകിടുകൾ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. അതിന് രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ഏതായാലും ഈ സാഹചര്യത്തിൽ കോടതി ശക്തമായ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. അതിന് ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ മറുപടി നൽകും എന്നുള്ളതാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തന്ത്രിയുടെ അനുമതിയുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. പക്ഷേ ഇത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് തന്ത്രിയുടെ നിലപാട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂരിൽ റോഡ് കയ്യേറി സമരം നടത്തിയതിലെ കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ നടത്തിയ ഉപരോധത്തിലാണ് കേസെടുത്തത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ ഇളവ് തേടിയുള്ള സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിദേശത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വിധി പറയുക. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല. പിന്നാലെയാണ് സൗബിൻ ഹൈക്കോടതിയിലെത്തിയത്. വിദേശത്ത് പോയാൽ കേസിലെ പ്രധാന സാക്ഷികളെ പ്രതികൾ സ്വാധീനിക്കും എന്നായിരുന്നു പരാതിക്കാരന്റെ വാദം. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വാദം കേൾക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കോടതിക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. കോടതി എന്ത് നിലപാടാണ് അതിൽ സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ ശ്രദ്ധേയമായിരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.